കോഴിക്കോട് ബീച്ചിലാണ് 2025 വരവേൽക്കാനുള്ള ആഘോഷങ്ങളെല്ലാം ഒരുങ്ങുന്നത്. ലിനറ്റ് വർഗീസാണ് കോഴിക്കോട് നിന്നും ആ ഒരു കാഴ്ചകളുമായി നമുക്കൊപ്പം ചേർന്നത്. ലിനറ്റ്, എന്തായാലും നേരം ഇരുട്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയാണ് ആഘോഷങ്ങൾക്ക് ശരിക്കും തുടക്കം. നമ്മുടെ കോഴിക്കോട് എന്നുള്ള ബോർഡൊക്കെ വളരെ തെളിമയോടെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് കോഴിക്കോട്ടെ ആഘോഷ കാഴ്ചകൾ? സ്വാതി, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഈ ബീച്ചിൽ നിറയെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഗതാഗതം ഒന്നും തന്നെ ഇല്ല. ആളുകൾ നടന്നൊക്കെ തന്നെയാണ് ഈ ഒരു ബീച്ചിലേക്ക് എത്തിച്ചേരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തുനിന്നും ഒക്കെ ആളുകൾ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ ബീച്ചിൽ പലരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം വന്ന് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നത് നമ്മുടെ കോഴിക്കോട്, ഐ ലവ് കോഴിക്കോട്, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെയാണ്. അതിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. പലരും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നു, അതോടൊപ്പം സെൽഫികൾ എടുക്കുന്നു. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, അവസാനത്തെ സെൽഫി, ഈ വർഷത്തെ പോസ്റ്റുകൾ ഇതോടുകൂടി അവസാനിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഫോട്ടോകളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. കുടുംബമായിട്ട് വന്ന് ഒരുപാട് പേരുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരുപാട് പേരാണ് ഫോട്ടോയൊക്കെ ആയിട്ട് എടുത്തുകൊണ്ടിരുന്നത്. ചേച്ചി, എവിടെയാ വീട്? എവിടെയാ? മമ്പാട്. ഈ വർഷം എങ്ങനെ ഉണ്ടാവും അറിയില്ല, മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അത് പിന്നെ കഴിഞ്ഞ വർഷത്തേക്കാളും മെച്ചുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മോനെ, ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ പറയാമോ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറയൂ. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞേ. കുട്ടികളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് പേരാണ് ഫാമിലി ആയിട്ട് ഇവിടെ എത്തുന്നത്. പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, കോഴിക്കോട് ബീച്ചിൻ്റെ റോഡ് ഒരിക്കലും ഇതുപോലെ ഒഴിഞ്ഞ് നമ്മൾ കാണാറില്ല. കാരണം ഈ ഒരു പുതുവർഷം പ്രമാണിച്ച് ഇവിടെ ഗതാഗത കുരുക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇതിൽ കൂടെ വാഹനങ്ങളൊന്നും പോലീസ് കടത്തിവിടുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടായിരിക്കും കോഴിക്കോട് ബീച്ചിൻ്റെ റോഡ് ഇതുപോലെ ശൂന്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ തൊട്ട് പുറകിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു റോട്ടിലിങ്ങനെ ഒരു നേരത്തും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെയൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തതായിരിക്കും. അതോടൊപ്പം തന്നെ ഇഷ്ടംപോലെ വാഹനങ്ങൾ നിരത്തിലുണ്ടാകും. എങ്കിലും ഈ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ആളുകളൊക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക്, ഈ ഒരു റോഡ് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ആളുകളാണ് ഈ ഒരു ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ സംഘടനകളുടെ ഒന്നും നേതൃത്വത്തിലല്ല ന്യൂ ഇയർ ഉള്ളത്. ആളുകൾ സ്വന്തമായി സന്തോഷിക്കാൻ വേണ്ടി കടലിനോട് ചേർന്ന് അവരുടെ സന്തോഷവും അതേപോലെ ദുഃഖവും ഒക്കെ എല്ലാവരും പ്രത്യേകിച്ച് ഈ കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ ഈ ബീച്ചിൽ ഇരുന്നുകൊണ്ടാണ് അവർ ആഘോഷിക്കുന്നത്. അതുപോലൊരു ദിവസമാണ് ഈ ഒരു ന്യൂ ഇയർ. ന്യൂ ഇയർ എങ്ങനെയുണ്ട് ഇത്തവണ? ന്യൂ ഇയർ പൊളിക്കണം. അടിപൊളിയാണ്. പക്ഷേ കോഴിക്കോടിൽ ആകെ പോലീസുകാർ വന്നിട്ട് റെസ്ട്രിക്ഷൻ കൂടിയിട്ട് നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീലല്ലേ. പുതിയൊരു തുടക്കം, പുതിയൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള വരുന്നത്. എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ഈ വർഷം? എല്ലാം ഇനി ചെയ്യണം, എന്തും പുതിയതാണല്ലോ. പുതിയ വർഷത്തിൽ എന്ത് ചെയ്യുന്നത് പുതിയതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ പഠനം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട ഒരു പ്രായത്തിലാണ്. അപ്പോൾ എന്തായാലും പുതിയ തുടക്കമാണല്ലോ. നല്ല പ്രതീക്ഷയാണ്. കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം നല്ലതായിരുന്നു. പഠനത്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല വർഷമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഇനി അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ വർഷത്തിലേക്ക് വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോകണം. ഈ ഒരു സെലിബ്രേഷൻ ഇവിടെ കയ്യടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തായിട്ട് ഈ വാദ്യമേളങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. കാരണം ഈ നാടോടികളൊക്കെ തന്നെ വന്നുകൊണ്ടുള്ള ചെണ്ടമേളവും അതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടമായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലെയുള്ള യുവാക്കൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും പാട്ടുമൊക്കെ വെച്ച് ആഘോഷിക്കുന്ന ഒരു ന്യൂ ഇയറും കൂടിയാണ് ഈ 2024 അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ന്യൂ ഇയർ എങ്ങനെയുണ്ട് ഇത്തവണ? അടിപൊളിയാണ്. എന്തൊക്കെ പരിപാടികളാണ്? അൽഹംദുലില്ലാ റാഹത്ത്. അടിപൊളിയാകട്ടെ എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ന്യൂ ഇയർ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഫാമിലി ആയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ബീച്ചും അതോടൊപ്പം പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് തിരക്കാകുന്നതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴാണ് ഈ ഒരു ബീച്ചിലേക്ക് തിരക്ക് കയറി വരുന്നത്. ആളുകളൊക്കെ നടന്നാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. പ്രത്യേകിച്ച് ഈ കുറച്ച് മുമ്പേ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ കൂടുതലായിട്ട് പോലീസിൻ്റെ സുരക്ഷിതത്വം ഏറ്റവും കൂടുതൽ ഉള്ളത് കാരണം
ഗതാഗതമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 മണി വരെ മാത്രമേ ഈ ഒരു ബീച്ചും പരിസരത്തെ ആളുകൾക്ക് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, താമരശ്ശേരി ചുരത്തിലും ഇതുപോലെയുള്ള സംരക്ഷണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്, സുരക്ഷിതത്വത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആളുകൾക്ക് വ്യൂ പോയിന്റിൽ ഇറങ്ങാൻ സാധിക്കുന്നത് 10 മണി വരെ മാത്രമായി നിയന്ത്രിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചുരത്തിൻ്റെ സൈഡിലൊന്നും വാഹനങ്ങൾ നിർത്തരുത് എന്ന ഒരു ഇതാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. പോലീസൊക്കെ തന്നെ ഈ ഒരു ഭാഗത്തുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെയൊക്കെ ആളുകളെ മാറ്റുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് വാഹനങ്ങളൊന്നും ഇടരുതെന്ന് അവർ നിയന്ത്രണം വെച്ചിട്ടുണ്ട്. മറ്റ് സുരക്ഷിതത്വം ഒക്കെ തന്നെ നോക്കിക്കൊണ്ടാണ് ഇവരെല്ലാം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ബീച്ച് മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള പുതുവത്സര പരിപാടികളല്ല ഉള്ളത്. മറിച്ച് ഈ ഒരു മാനാഞ്ചിറയിലും കൂടെ അതിഗംഭീരമായ ഈ വർണ്ണ വൈവിധ്യങ്ങളായ ഈ ഒരു ലൈറ്റുകളൊക്കെ ശരി ലിനറ്റ്, വലിയ തരത്തിലുള്ള ആഘോഷത്തിന് ഒരുക്കങ്ങൾ തന്നെയാണ് കോഴിക്കോട് മാനാഞ്ചിറയിലും ഉള്ളത്.